നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 230ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത വയലിൻ വാദകൻ ശ്രീ കുന്നക്കുടി വൈദ്യനാഥനെ കുറിച്ചിട്ടാണ്. എൻ്റെ ദൈവമേ എന്ന് മനസ്സുകൊണ്ട് അറിയാതെ തോന്നിപ്പോകുന്ന ഒരു വിളി, ഒരു ഉൾവിളി എപ്പോഴും ഉണ്ടാകാറുണ്ട്. വയലിനിൽ അദ്ദേഹത്തിൻ്റെ വാദനം കേട്ടാൽ ഒരു മാന്ത്രിക സ്പർശം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. ബിഥോവൻ വായിച്ചതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിൻ്റെ മാസ്മരികത ഹഠാതാകർഷിക്കും. എൻ്റെ ജന്മനാടായ തമ്പാനൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കുക എന്നത് ശ്രമകരമായ ഒന്നാണ്. കടലിലെ തിരമാലകൾ എണ്ണിത്തീർക്കാൻ പറഞ്ഞാൽ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അത്രമാത്രം തിരകളാണ് ഓരോ നിമിഷവും കരയിലേക്ക് കടലിൽ നിന്നും അടിച്ചു കയറുന്നത്. അതുപോലെ തന്ത്രികളിൽ, വയലിൻ തന്ത്രികളിൽ ഒരു ഇന്ദ്രജാലം തന്നെ കാണിക്കുന്ന ഒരു വലിയ കലാകാരൻ, ലോകോത്തര നിലവാരമുള്ള ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ കച്ചേരി അവിടെ നടക്കുമ്പോൾ കച്ചേരിയുടെ സ്റ്റേജും നിൽക്കുന്ന ഇടവും തമ്മിലൊരു 150 മീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. ആ കച്ചേരിയുടെ മാസ്മരികത ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടില്ല. പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അവാച്യമായ ഒരു അനുഭൂതി തന്നെ സൃഷ്ടിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊരു വിനയമുള്ള വ്യക്തിത്വം. ഞാൻ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ കലാകാരനാണ് എന്ന ഒരു നാട്യങ്ങളുമില്ലാത്ത ഒരു നല്ല മനുഷ്യൻ. കച്ചേരി കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ട്. സംഗീതത്തെക്കുറിച്ച്, കീർത്തനത്തെക്കുറിച്ച്. അത് ഈ എപ്പിസോഡിൽ വിശദമായി